എല്ലാവർക്കും TVM Plexiലേക്ക് സ്വാഗതം. സംസാരിക്കാൻ പോകുന്നത് മൈക്കിൾ എന്ന ചിത്രത്തെക്കുറിച്ചാണ്. 2026 റിലീസ് ചെയ്ത കിങ് ഓഫ് പോപ്പ്, അതായത് മൈക്കിൾ ജാക്സന്റെ ബയോപിക്കായ മൈക്കിൾ എന്ന ചിത്രത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ആൻ്റണി ഫീക്വെ എന്നൊരു സംവിധായകനാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. സിനിമ ഇംഗ്ലീഷിലാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. അതിൽ ജാഫർ ജാക്സനാണ് മൈക്കിൾ ജാക്സനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. കൊളമൻ ഡൊമിംഗോ മൈക്കിൾ ജാക്സന്റെ പിതാവായ ജോസഫ് ജാക്സനായിട്ട് 1970 കാലഘട്ടത്തിലെ ജാക്സൺ 5 എന്ന ബാൻഡിൻ്റെ പശ്ചാത്തലത്തിലാണ് കഥ തുടങ്ങുന്നത്. മൈക്കിൾ ജാക്സൻ്റെ ബാല്യകാലമാണ് അവിടെ പറഞ്ഞു തുടങ്ങുന്നത്. മൈക്കിൾ ജാക്സനും 5 സഹോദരങ്ങളും ചേർന്നുള്ള ബാൻഡാണ് ജാക്സൺ 5. ജോസഫ് ജാക്സൺ നിയന്ത്രിക്കുന്ന ബാൻഡാണ്. പിതാവിൻ്റെ സമ്മർദ്ദ തന്ത്രങ്ങളിൽ ജാക്സൺ 5 എന്ന ബാൻഡ് വളർന്ന് വലുതാകുന്നു. അത് ഒരു പീക്ക് ലെവലിലെത്തുന്നത് 1980 ആ സമയത്ത്. 1980 കാലഘട്ടത്തിന് ശേഷം മൈക്കിൾ ജാക്സൻ്റെ യുവത്വ കാലമാണ് കാണിക്കുന്നത്. സിംഗിളായിട്ട് ഒരു ആൽബം ഇറക്കാനുള്ള പ്ലാന് മൈക്കിൾ ചെയ്യുന്നു. അതിന് പിതാവ് ആദ്യം വഴങ്ങുന്നില്ല. പിതാവിൻ്റെ ഒരു ഈഗോയും സംഭവമൊക്കെയാണ് സിനിമയിൽ കാണിക്കുന്നത്. അതിൽ കൊളമൻ ഡൊമിംഗോയാണ് മൈക്കിൾ ജാക്സൻ്റെ പിതാവായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. പുള്ളിക്കാരൻ്റെ പെർഫോമൻസ് അതിഗംഭീരമായിരുന്നു. പിന്നെ ജാഫർ ജാക്സൻ്റെ പെർഫോമൻസ് എടുത്ത് പറയേണ്ടതാണ്. അത് ഈ 2026 ഓസ്കാർ കിട്ടാനുള്ള എല്ലാ ചാൻസും. സിനിമയുടെ ആർട്ട് വർക്കും ക്യാമറ വർക്കും സൗണ്ട് ഡിസൈനിങ് എല്ലാം വളരെ അതിഗംഭീരമാണ്. ഇത് മികച്ച തിയേറ്ററിൽ തന്നെ ഈ സിനിമ പോയി കാണേണ്ടതാണ്. ഡോൾബി അറ്റ്മോസ് പോലുള്ള തിയേറ്ററിൽ പോയി കണ്ടാൽ അത് നല്ലതായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ മൈക്കിൾ ജാക്സൻ്റെ സിനിമയാകുമ്പോൾ അതിൽ മ്യൂസിക്കിനാണ് പ്രാധാന്യം കൂടുതൽ. മ്യൂസിക്കൽ മൂവി കൂടെയാണ്. മ്യൂസിക്കൽ മൂവി മൈക്കിൾ ജാക്സനെ നമ്മൾ പണ്ട് കേട്ട് വന്ന മ്യൂസിക്കെല്ലാം നമുക്ക് അറ്റ്മോസിൽ കാണാൻ കഴിയുന്നത് വളരെ വളരെ ഭാഗ്യമെന്ന് വേണമെങ്കിൽ പറയാം. റിട്ടേൺ ഓഫ് ദ കിങ് ഓഫ് പോപ്പ് ഇമോഷണലി നമ്മുടെ മൈക്കിൾ ജാക്സൺ ഫാൻസിനെ എല്ലാം നല്ല രീതിയിൽ ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു പടമായിരിക്കും മൈക്കിൾ ജാക്സൺ. സിനിമ ഇറങ്ങിയവർക്കെല്ലാം മൈക്കിൾ ജാക്സൺ തിരിച്ചു വന്നതുപോലത്തുള്ള ഒരു ഫീൽ ഉണ്ടായെന്നാണ് പൊതുവെയുള്ള റിവ്യൂവിലെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ശരിവയ്ക്കുന്നത് തന്നെയായിരുന്നു ഞാൻ സിനിമ കാണാൻ പോയപ്പോഴുള്ള കാഴ്ച അനുഭവം. പിന്നെ മൈക്കിൾ ജാക്സൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ത്രില്ലർ എന്ന ആൽബത്തിലുള്ള ബീറ്റ് ഇറ്റ്, ത്രില്ലർ, ആ സോങ് എല്ലാം തിയേറ്ററിൽ വളരെ ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഭയങ്കര കരഘോഷത്തോടു കൂടിയാണ് കാണികളത് ഏറ്റുവാങ്ങിയത്. അത് ഒരു ഒന്നൊന്നര എക്സ്പീരിയൻസ്. 1970 തൊട്ട് 1988 കാലഘട്ടം വരെയുള്ള മൈക്കിൾ ജാക്സൻ്റെ ലൈഫാണ് സിനിമ കാണിക്കുന്നത്. ഇനി ടു ബി കണ്ടിന്യൂഡ് എന്നാണ് സിനിമ. ഇനി അടുത്ത ഒരു പാർട്ട് ഇറങ്ങാനുണ്ട് എന്ന് അവർ കാണിക്കുന്നുണ്ട്. ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഈ സിനിമ മസ്റ്റ് വാച്ചാണ്. ഈ 15 വർഷത്തിനിടയിൽ ഇറങ്ങിയതിൽ ബയോപിക്ക് വെച്ച് നോക്കുമ്പോൾ ഓപ്പൺഹൈമർ വന്നിട്ടുണ്ട്, ബോഹീമിയൻ റാപ്സഡി വന്നിട്ടുണ്ട്. ബയോപിക്കുകളിൽ ഏറ്റവും മികച്ചു നിന്ന ഒരു ബയോപിക്ക് തന്നെയാണ് മൈക്കിൾ. 2026 ഇറങ്ങിയ മൈക്കിൾ എന്ന ചിത്രം. നിങ്ങളൊരു മ്യൂസിക്കൽ മൂവി ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരാണെങ്കിലും ഒരു കിങ് ഓഫ് പോപ്പായ മൈക്കിൾ ജാക്സൻ്റെ ഫാനാണെങ്കിൽ ഈ സിനിമ തീർച്ചയായും കാണേണ്ടതാണ്. നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുമെന്ന്. ഇനിയും പുതിയ സിനിമയുടെ റിവ്യൂ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. റിവ്യൂ ഇഷ്ടപ്പെട്ടവർ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.